രൂപമഞ്ജരി. ശ്രീ ലളിതാ സഖിയുടെ കുഞ്ചത്തിന്റെ വടക്കൻ ഭാഗത്ത് രൂപോളസ് കുഞ്ച സ്ഥിതി ചെയ്യുന്നു. അവിടെ വളരെ സുന്ദരിയുമായ ശ്രീ രൂപമഞ്ജരി വസിക്കുന്നു. പ്രിയനർമ്മസഖികൾ എന്നറിയപ്പെടുന്ന ഗോപികമാരിൽ ഏറ്റവും പ്രമുഖയാണ് അവൾ. അവളുടെ നിറം ഗുരോചനയുടെ നിറമാണ്. മെയിൽപീലിയുടെ നിറമുള്ള വസ്ത്രം ധരിക്കുന്നതിൽ അവൾ സന്തോഷിക്കുന്നു. അവളുടെ പ്രായം 13 വയസ്സ് 6 മാസം. പണ്ഡിതന്മാർ അവളെ രംഗനമാലിക എന്ന് വിളിക്കുന്നു. പ്രായത്തിൽ അവൾ ലവംഗമഞ്ജരിയേക്കാൾ ഒരു ദിവസം ഇളയതാണ്. രൂപമഞ്ജരി നയിക്കുന്ന മഞ്ജരിമാർ അതുല്യവും ഉന്നതവുമായ സേവന മനോഭാവം പിന്തുടരുന്നു. രാധയും കൃഷ്ണനും തമ്മിലുള്ള നേരിട്ടുള്ള പ്രണയ കൈമാറ്റത്തിൽ ഇടയ്ക്കിടെ പങ്കെടുക്കുന്ന സഖിമാരിൽ നിന്ന് വ്യത്യസ്തമായി മഞ്ജരികൾ രാധയെ സേവിക്കുന്നതിലൂടെയും കൃഷ്ണനുമായുള്ള അവളുടെ സന്തോഷം സുഗമമാക്കുന്നതിലൂടെയും അവരുടെ ഏറ്റവും വലിയ ആനന്ദം നേടുന്നു. അവരുടെ പ്രാഥമിക സേവന ലക്ഷ്യങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു: യുഗലസേവയിൽ സഹായിക്കുക, രാധയുടെയും കൃഷ്ണന്റെയും ദിവ്യ സമാഗമത്തിനു ശേഷം യുഗലസേവ ക്രമീകരിക്കുക, തയ്യാറാക്കുക, വൃത്തിയാക്കുക എന്നിവയാണ് രൂപമഞ്ജരിയുടെ പ്രധാന ധർമ്മം. രഹസ്യമായ ജോലികൾ. അവൾ വളരെ രഹസ്യമായ സേവനങ്ങളിൽ ഏർപ്പെടുന്നു. ഉദാഹരണത്തിന് വസ്ത്രധാരണവും അലങ്കാരവും, മേക്കപ്പ് ഇടുക, മുടി പിന്നുക, രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിവയുൾപ്പെടെ രാധാറാണിയെ സ്വയം അലങ്കരിക്കാൻ സഹായിക്കുക. പ്രിയനർമ്മസ്കി എന്ന നിലയിൽ അവൾ അടുപ്പമുള്ള ഉപദേശം നൽകുന്നു. ചിലപ്പോൾ ഒരു വിശ്വസ്ത മധ്യസ്ഥയായോ സന്ദേശവാഹകയായോ പ്രവർത്തിക്കുന്നു. കുഞ്ച ക്രമീകരിക്കുക. രൂപോളസ് കുഞ്ചിയും മറ്റ് മീറ്റിംഗ് സ്ഥലങ്ങളും പൂക്കൾ, ഇരിപ്പിടങ്ങൾ, ലഘുഭക്ഷണങ്ങൾ എന്നിവയാൽ തികച്ചും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അവളുടെ വാത്സല്യവും വിശ്വസ്തതയും രാധാറാണിക്ക് മാത്രമായി സമർപ്പിച്ചിരിക്കുന്നു. കൃഷ്ണനുമായി നേരിട്ട് ഐക്യം അനുഭവിക്കുന്നതിനേക്കാൾ ദിവ്യ ദമ്പതികളുടെ സന്തോഷത്തിന് സാക്ഷ്യം വഹിക്കാനാണ് അവൾ ഇഷ്ടപ്പെടുന്നത്. ഭക്തിയുടെ പരമോന്നതമായി കണക്കാക്കപ്പെടുന്ന മഞ്ജരി മാനസികാവസ്ഥയുടെ ഒരു മുഖമുദ്ര. ഗൗരലീലയിൽ അവൾ ശ്രീല രൂപഗോസ്വാമിയായി പ്രത്യക്ഷപ്പെടുന്നു. രാധേ രാധേ.